എല്ലാവർക്കും വീണ്ടും നമസ്കാരം. എൻ്റെ പേര് തോമസ് വൈസ് എന്നാണ്. ഇന്ത്യ എപ്പോഴും കാത്തിരിക്കുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇവന്റ്, എല്ലാ വർഷവും നടക്കുന്ന ഒരു വലിയ ഫൈനാൻഷ്യൽ ഇവന്റ് ആണ് ഫെബ്രുവരി 1 വരാൻ പോകുന്നത്, യൂണിയൻ ബഡ്ജറ്റ് 2021-2022. അപ്പോൾ അത് വരുന്നേക്കാളും മുമ്പ് നമുക്ക് യൂണിയൻ ബഡ്ജറ്റിന്റെ ബേസിക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല, എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഈ പറയുന്ന വരാൻ പോകുന്ന ബഡ്ജറ്റ് എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനം സംസാരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, ബ്രേക്ക് ഇല്ലാതെ കാണുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങളുടെ തോട്ട് പ്രോസസ്സും ബഡ്ജറ്റിനെ കുറിച്ച് താഴെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ബഡ്ജറ്റ് അടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എല്ലാ ചാനലിലും ഭയങ്കര തീവ്രമായിട്ടുള്ള ബഡ്ജറ്റ് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് എല്ലാവരും ബഡ്ജറ്റ് മറന്നു പോവുകയും ചെയ്യും. പക്ഷേ ബഡ്ജറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം ബഡ്ജറ്റ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഡെയിലി ലൈഫിനാണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ലൈഫിനാണ്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനാണ്, അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് യൂണിയൻ ബഡ്ജറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കമ്പനിയുടെ ആംഗിളും ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ആംഗിളും ചിന്തിക്കുകയാണെങ്കിൽ, ആദ്യം കമ്പനിയുടെ ആംഗിളിൽ നമുക്ക് ചിന്തിക്കാം. കമ്പനിയുടെ ആംഗിളിൽ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, ഒരു P&L അക്കൗണ്ട് ഉണ്ടാവും. പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാലും ഈ 3 കാര്യങ്ങളാണ് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ഒരു കമ്പനിക്കുള്ളത്. ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എത്ര ക്യാഷ് വന്നു, എത്ര ക്യാഷ് നമുക്ക് ചെലവുകളുണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അത് നോക്കിയിട്ടാണ് കമ്പനി മനസ്സിലാക്കുന്നത് അവർക്ക് സർപ്ലസ് ആയിട്ടുള്ള ക്യാഷ് ആണോ അതോ ഡെഫിസിറ്റ് ആണോ ഉള്ളതെന്ന്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചിലവരൊക്കെ നമ്മുടെ മന്ത്ലി ബഡ്ജറ്റ് ഉണ്ടാക്കും, ചിലവരിൽ ഇയർലി ബഡ്ജറ്റ് നമ്മുടെ പേഴ്സണൽ ഫൈനാൻസിൽ ഉണ്ടാക്കും. നമ്മുടെ വരവ് ചെലവുകൾ മനസ്സിലാക്കി എത്ര സർപ്ലസ് ഉണ്ട്, എത്ര ഡെഫിസിറ്റ് ഉണ്ട് എന്ന് നമ്മൾ സ്വന്തം മനസ്സിലാക്കി നമ്മുടെ ചെലവുകൾ തീരുമാനിക്കാനാണ് നമ്മുടെ പേഴ്സണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ചെയ്യുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണോ അതാണ് കൺട്രിയുടെ യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തന്നെ ഓൾമോസ്റ്റ് അതേപോലെ റിപ്ലിക്കേഷനാണ് യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ റെസിപ്റ്റ്സും യൂണിയൻ ബഡ്ജറ്റിൽ കൺട്രിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാഷ്, എത്രയ്ക്ക് ക്യാഷ് അകത്ത് വരുന്നുണ്ട്, റെസിപ്റ്റ്സ് എത്രയാണ്, പേയ്മെന്റ്സ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂണിയൻ ബഡ്ജറ്റിനെ രണ്ടായിട്ടാണ് നമുക്ക് തിരിക്കാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് റെസിപ്റ്റ്സും മറ്റേതെന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറും ആണ്. ഇനി വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ. ആദ്യത്തെ യൂണിയൻ ബഡ്ജറ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1947 അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്ററായ R.K. ഷൺമുഖം ചെട്ടി എന്നൊരാള് പ്രസന്റ് ചെയ്തിരിക്കുന്ന യൂണിയൻ ബഡ്ജറ്റാണ് നമ്മുടെ കൺട്രിയിലത്തെ ഏറ്റവും ആദ്യത്തെ യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ആ യൂണിയൻ ബഡ്ജറ്റ് കണ്ടിട്ടുണ്ടോ, ആ ഒരു പ്രസന്റേഷൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പ്രസന്റേഷൻ എൻ്റെ കയ്യിലുണ്ട്. ഒരു PDF ഡോക്യുമെന്റ് ആണ്, 18 പേജ് അടങ്ങുന്ന ഒരു PDF ഡോക്യുമെന്റ് ആണ്. ഗൂസ് ബംസ് ആണ് അത് കാണുമ്പോൾ. ഫസ്റ്റ് ഇന്ത്യയിലത്തെ ആദ്യമായിട്ടുള്ള യൂണിയൻ ബഡ്ജറ്റ് ആണ്. നിങ്ങൾക്ക് ആ പ്രസന്റേഷൻ, നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ബഡ്ജറ്റ് നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതൊരു ഡോക്യുമെന്റ് ആണ്, അത് നേരിട്ട് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ യൂണിയൻ ബഡ്ജറ്റ് 2021 എന്ന് കമന്റ് ചെയ്യുക. ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മെയിൽ ID അത് സെൻഡ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും ഒരു ബഡ്ജറ്റ് ഇറങ്ങുമ്പോഴത്തേക്കും ആ ബഡ്ജറ്റിന് ഒരു തീം കാണും. അന്ന് 1947 അതിന്റെ തീം എന്ന് പറയുന്നത് പാർട്ടീഷൻ എഗ്രിമെന്റ് ആയിരുന്നു. അതായത് ഇന്ത്യയിൽ പാർട്ടീഷൻസ് വന്നിരിക്കുന്നത് നമ്മുടെ പല സ്റ്റേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതും ആ സ്റ്റേറ്റ്സിൽ എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടെന്നും എന്നുള്ളതെല്ലാമായിരുന്നു അന്നത്തെ ആ പാർട്ടീഷൻ എഗ്രിമെന്റിൽ അന്നത്തെ ആ ഒരു തീം എന്ന് പറയുന്നത്. 197 crores ആയിരുന്നു അന്ന് ഇന്ത്യയിലത്തെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. 197 crores. ഇന്നെന്ന് പറയുന്നത് മിനിമം ഒരു 50 lakh crores to 1 lakh crore വരെ നമ്മുടെ പല രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ. ഈവൻ റെയിൽവേ ബഡ്ജറ്റിന്റെ പോലും 50 lakh crores ആയിരുന്നു ലാസ്റ്റ് ഇയർത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 197 crores എന്ന് 50 lakh crore അല്ലെങ്കിൽ 1 lakh crore നമ്മൾ നിൽക്കുകയാണ് ഇന്ന് ഇന്ത്യയിൽ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ബഡ്ജറ്റ് എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് റെസിപ്റ്റും മറ്റേന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറും. ഇനി നമ്മൾ റെസിപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. വളരെ ഭയങ്കരമായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല ഇതിനകത്ത്, പക്ഷേ ഒരു ബേസിക് ബഡ്ജറ്റ് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ റെസിപ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ടാക്സ് റെസിപ്റ്റ്സും മറ്റേന്ന് പറയുന്നത് നോൺ ടാക്സ് റെസിപ്റ്റ്സും. വളരെ സിമ്പിൾ ആണ് അല്ലേ, ടാക്സ് റെസിപ്റ്റ്സും നോൺ ടാക്സ് റെസിപ്റ്റ്സും. ഇനി ടാക്സ് റെസിപ്റ്റ്സ് എന്താണെന്ന് നോക്കാം. ടാക്സ് റെസിപ്റ്റ്സ് ഞാൻ ആദ്യം പറഞ്ഞു, ഗവൺമെന്റ് കയ്യിലേക്ക് വരുന്ന കാശിനെയാണ് റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സിറ്റിസൺസും കമ്പനീസും എല്ലാവരും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും എല്ലാവരും ടാക്സ് കൊടുക്കുന്ന കാശാണ് ഗവൺമെന്റിന്റെ ടാക്സ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഇൻകം ടാക്സ് വരാം, സെയിൽസ് ടാക്സ് വരാം,
GST വരാം, പിന്നെ FIIസിന് ടാക്സ് വരാം, പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിലുള്ള ടാക്സ് വരാം. ഇതെല്ലാമാണ് ഗവൺമെന്റിന്റെ ടാക്സ് റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടാക്സ് റെസിപ്റ്റ്സ് ആണ് വൺ ഓഫ് ദ മെയിൻ ഗവൺമെന്റിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് നോൺ ടാക്സ് റെസിപ്റ്റ്സ് ആണ്. ടാക്സ് അല്ലാത്ത എന്തും നോൺ ടാക്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. പക്ഷെ അതിനകത്ത് വേറെയും പല കാര്യങ്ങളും വരും. അതിലൊന്നെന്ന് പറയുന്നത് ബോറോയിങ്. നമ്മൾ പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ബോറോയിങ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വരാം. പിന്നെ നമ്മുടെ ഇപ്പം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയും. അതായത് ഗവൺമെന്റിന് പൈസ വേണമെങ്കിൽ നമ്മുടെ കോർപ്പറേറ്റ്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റിസൺസിൻ്റെ കയ്യിൽ നിന്നോ ഗവൺമെന്റ് ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പേപ്പറാണ് GSEC അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ആ GSECും ഇവിടെ ഒരു റിസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഗവൺമെന്റ് പൈസ റേസ് ചെയ്യാൻ അവരുദ്ദേശിക്കുന്ന പൈസ റേസ് ചെയ്തുകൊണ്ട് വരുന്ന ബോറോയിങ്സും റെസിപ്റ്റ് ആയിട്ട് ഇതിനകത്ത് ട്രീറ്റ് ചെയ്യും. അതാണ് നോൺ ടാക്സ് റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന് പല രീതിയിലും പൈസ റേസ് ചെയ്യാം. ആദ്യം കോർപ്പറേറ്റിന്റെ കയ്യിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സിറ്റിസന്റെ കയ്യിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ RBIയുടെ കയ്യിൽ നിന്ന് കടം മേടിക്കാം, പിന്നെ ബാങ്ക്സിന്റെ കയ്യിൽ നിന്ന് കടം മേടിക്കാം. അത് ഇന്ത്യൻ ഗവൺമെന്റ് അപേക്ഷിച്ചാണ്. അതല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റിനും SDL സ്റ്റേറ്റ് ഗവൺമെന്റ് ലെൻഡിങ് പേപ്പേഴ്സും സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടേതായ രീതിയിലും പൈസ റേസ് ചെയ്യാം, ബോറോയിങ്സ് എടുക്കാം. ഇതെല്ലാതും നമുക്ക് വരുന്നത് എവിടെയാണ്? റെസിപ്റ്റിലാണ്. ഇനി നമുക്ക് എക്സ്പെൻഡിച്ചറിലേക്ക് പോവാം. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ രണ്ടായിട്ട് തിരിയാം. ഒന്നെന്ന് പറയുന്നത് ഗവൺമെന്റ് അവരുടെ സ്വന്തം ഗവൺമെന്റ് റൺ ചെയ്യാനുള്ളൊരു എക്സ്പെൻഡിച്ചർ ഉണ്ട്. പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ, പിന്നെ അവരുടേതായ ട്രാവൽ എക്സ്പെൻസ്, സാലറീസ്, പിന്നെ ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ എക്സ്പെൻസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ GST ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ് തന്നെ ക്ലോസ് ടു ഒരു 50 crores എന്തോ ആണ്. അപ്പോൾ ഓരോ നമ്മുടെ മാറ്റങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും ഒരു സർട്ടൻ എക്സ്പെൻസ് ഉണ്ടാവും. അതെല്ലാം നമുക്ക് എക്സ്പെൻഡിച്ചർ ടു റൺ ദ ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗവൺമെന്റ് കയ്യിൽ നിന്ന് ചെലവുകൾ വരുന്ന അവരുടെ സ്വന്തം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ചെലവുകൾ വരുന്നതാണ് ആദ്യത്തെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ടു റൺ ദ ഗവൺമെന്റ്, അതാണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ വേരിയസ് സർവീസ് ഓഫേർഡ് ടു സിറ്റിസൺ എന്ന് പറയുന്നതാണ്. അതായത് ഈ സിറ്റിസണിന് വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടല്ലേ. ഇപ്പൊ നമുക്കൊരു സീനിയർ സിറ്റിസന് വേണ്ടി, ആംഡ് ഫോഴ്സസിന് വേണ്ടി, ഡിഫൻസിന് വേണ്ടി, ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാത്തിലും നമ്മുടെ ഗവൺമെന്റ് ഇൻവോൾവ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതല്ലാതെ ഗവൺമെന്റിന് വേറൊരു എക്സ്പെൻഡിച്ചർ ഉള്ളത് എന്താണ്? മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പെൻസ് ആണ്. റോഡ് ബിൽഡ് ചെയ്യാൻ, ഇലക്ട്രിഫിക്കേഷൻ, ഈ വില്ലേജസിൽ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടാക്കുക, അങ്ങനത്തെ പല രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതാണ് ഗവൺമെന്റിന് ഇൻകർ ചെയ്യുന്ന രണ്ടാമത്തെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ എക്സ്പെൻഡിച്ചർ പറഞ്ഞ് പല ഹെഡ്സിലും ആവാം കേട്ടോ. അത് ചിലപ്പോൾ എഡ്യൂക്കേഷൻ, സ്കൂൾസ് ബിൽഡ് ചെയ്യാനാവാം, ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്യാനാവാം, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ റോഡും ഇലക്ട്രിഫിക്കേഷൻ, അങ്ങനെ പല രീതിയിലും എക്സ്പെൻഡിച്ചേഴ്സ് ഗവൺമെന്റ് വരാം. അപ്പോൾ ബേസിക്കലി ഒരു ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ റവന്യൂവും എക്സ്പെൻഡിച്ചർ, റെസിപ്റ്റും എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റെസിപ്റ്റും എക്സ്പെൻഡിച്ചറും ഗവൺമെന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് തന്നെയാണ് നിർമ്മല സീതാരാമൻ February 1 നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ഇനി എപ്പോഴാണോ എക്സ്പെൻഡിച്ചർ നമ്മുടെ റെസിപ്റ്റിനേക്കാളും കൂടുതൽ വരുന്നത്, അതായത് നമ്മുടെ ചെലവുകൾ വരവുകളെക്കാളും കൂടുതൽ വരുന്ന എന്നാണോ, അതാണ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റിന്റെ കേസിൽ, യൂണിയൻ ബഡ്ജറ്റിന്റെ കേസിൽ അതിനെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയും. ഡെഫിസിറ്റ് തന്നെ പലതരമുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്, ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ട്, വേറെയും ഡെഫിസിറ്റ്സ് ഉണ്ട്. പക്ഷേ ബഡ്ജറ്റിൽ, യൂണിയൻ ബഡ്ജറ്റിന്റെ കേസിൽ നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ ചെലവുകൾ വരവിനേക്കാളും കൂടുതൽ വരുമ്പോഴത്തേക്കും വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കാണാം ഫിസിക്കൽ ഡെഫിസിറ്റ് 5%, 6%, 4%, 5 നമ്മൾ 4 കുറയ്ക്കാൻ പോവുകയാണ് എന്നൊക്കെ. അപ്പോൾ ഈ 5% അല്ലെങ്കിൽ 4% എന്ന് പറയുമ്പോൾ എന്തിൻ്റെ മുകളിലാണ് 4% നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഈ 5% എന്ന് പറയുന്നത് GDPയുടെ മുകളിലാണ് നമ്മുടെ 5%. ഫോർ എക്സാമ്പിൾ GDP നമ്മളിപ്പോൾ $2.9 trillion ആണ് നമ്മുടെ GDP എന്ന് പറയുന്നത്. അതിൻ്റെ 5% എത്രയാണോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, ആ 5% ആണ് നമ്മുടെ ഡെഫിസിറ്റ് എന്ന്, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു കൺട്രി റൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വരവിനേക്കാളും 5% ഓഫ് GDP നമ്മൾ കൂടുതൽ ചെലവാക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും 5% ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് എക്കോണമിയിൽ എപ്പോഴും ഡെഫിസിറ്റ് ആയിരിക്കും. സർപ്ലസ് വന്നിട്ട് കുറേ കാശ് വന്നിട്ട് അതിന് നമുക്ക് മിണ്ടാതിരിക്കാം. ഈ വീഡിയോ ഇതുവരെ വളരെ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കരുത്. ഇനി നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ പല രീതിയിലും പല എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ് കേട്ടോ. വേറെ പല രീതിയിലുള്ള പല ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് കോവിഡ് സെസ് ആണ്.
നമ്മുടെ പാൻഡമിക് വന്നതോടുകൂടി ഗവൺമെന്റിന് ഭയങ്കരമായിട്ടൊരു എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്, പല രീതിയിലുള്ള ബോർവൈങ്സും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ രീതിയിലും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു കോവിഡ് സെസ്, നമ്മുടെ എഡ്യൂക്കേഷൻ സെസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ബില്ലിൽ കാണാറുണ്ടല്ലോ, ഒരു പല ഹോട്ടൽസ് ഒക്കെ പോയി കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്ന പോലെ. ചിലപ്പോൾ നമുക്കൊരു കോവിഡ് സെസ് എന്ന് പറഞ്ഞൊരു സാധനം ചിലപ്പോൾ വന്നേക്കാം. പിന്നെ കോവിഡ് വന്നപ്പോൾ പിന്നെ ഒത്തിരി ബാങ്ക്സ് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, NPA ഭയങ്കരമായി കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ചിലപ്പോൾ വന്നേക്കാം. ബാഡ് ബാങ്ക് എന്താണെന്ന് ഞാൻ എക്സാക്ട്ലി പറയുന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ട്രാക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്, ഞാനത് ബോർഡിൽ പ്ലേ ചെയ്തേക്കാം. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എന്താണ് ബാഡ് ബാങ്ക് എന്ന് കാണുക. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഒരു മനസ്സിലാക്കലിൽ ബാഡ് ബാങ്കിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചിലപ്പോൾ വീണ്ടും ഈ ബഡ്ജറ്റിൽ വന്നേക്കാം. പിന്നെ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഈ ക്രെഡായി, അതായത് നമ്മുടെ ബിൽഡേഴ്സിന് വേണ്ടി, ഇപ്പോൾ നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് സ്ട്രഗ്ലിംഗ് ആയിട്ടൊരു ഇൻഡസ്ട്രിയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ബൂം ചെയ്തിട്ടുണ്ട്, പക്ഷേ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒത്തിരി സ്ട്രഗ്ലിംഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ ക്രെഡായിക്ക് വേണ്ടി ചിലപ്പോൾ ടാക്സ് സോബ്സ് വല്ലതും കൊടുത്തേക്കാം, ടാക്സ് ബെനിഫിറ്റ്സ് വല്ലതും വന്നേക്കാം. കാരണം റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി വന്നു, ഇടയിൽ ഡിമോണിറ്റൈസേഷൻ വന്നു, അങ്ങനെ പല രീതിയിലും റിയൽ എസ്റ്റേറ്റ് പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റിലേക്കുള്ളൊരു 1-2 നല്ല കോൾസ് ചിലപ്പോൾ ഈ ബഡ്ജറ്റിൽ വന്നേക്കാം. പിന്നെ മാനുഫാക്ചറിങ്ങും ഡിജിറ്റൽ ഇന്ത്യയും. ഇപ്പോൾ മാനുഫാക്ചറിങ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം, നമ്മുടെ മൊബൈൽ, ഇപ്പോൾ പുതിയൊരു മൊബൈൽ മേടിക്കുകയാണെങ്കിൽ, പുതിയൊരു ലാപ്ടോപ്പ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു സെക്ടറിലേക്ക് നമ്മൾ ചൈനീസായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് മാനുഫാക്ചറിങ്ങിലേക്ക് നല്ലൊരു ട്രാക്ഷൻ കാണാൻ വെക്കും. പിന്നെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം ക്യാഷ്ലെസ് എക്കണോമിയിലേക്ക് മാറാനുള്ള പല കാര്യങ്ങൾ ചെയ്തെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഇനി ട്രാക്കിൽ ആവാനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഡിജിറ്റൽ ഇന്ത്യയിലേക്കും ചില ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിലേക്കും ചില കോൾസ് ഗവൺമെന്റ് എടുത്തേക്കാം. പിന്നെ എന്ന് പറയുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, നമ്മുടെ എഡ്യൂക്കേഷനിലേക്കുള്ള എലൊക്കേഷൻ. ഞാൻ എഡ്യൂക്കേഷനെ കുറിച്ചൊരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു, അതും ഞാൻ ബോർഡിൽ പ്ലേ ചെയ്തേക്കാം, സമയമുണ്ടെങ്കിൽ നിങ്ങൾ അതും കാണുക. അപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചുള്ള ബഡ്ജറ്റ് എലൊക്കേഷൻസും ചിലപ്പോൾ ഈ ബഡ്ജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നവരും വളരെ നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ പോളിസിയാണ്. അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് എലൊക്കേഷൻസ് ചിലപ്പോൾ ഈ ബഡ്ജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മുടെ ഒരു തോട്ട് പ്രോസസ് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നല്ല രീതിയിൽ നിങ്ങൾക്ക് വാല്യൂ ആഡ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ടുവരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.